എനിക്കൊരു വോയിസ് ഇട്ട് ആ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇത് രേണുസുതി അഭിനയിച്ച പുതിയ ഷോർട്ട് ഫിലിമാണ്. അതിനകത്തുനിന്ന് എടുത്ത് ക്ലിപ്സ് എല്ലാം എടുത്തിട്ടൊരു ട്രോള് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ചാനൽ നമ്മുടെയാണ്, കമോൺ മീഡിയ എന്നാണ് ചാനൽ. ഒരാൾക്കൊരു അസുഖം ഇല്ലാത്ത ഒരാൾക്ക് അസുഖം ഉണ്ടെന്ന് കെട്ടിച്ചമച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഇടണം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് രേണുസുതി തന്നെയാണ്. ആക്ച്വലി രേണുസുതിയുടെ വീഡിയോസ് ഞാൻ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. ആൻഡ് ഓൾസോ ഇപ്പം ക്യാൻസറിൻ്റെ ഒരു സംഭവമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു വീഡിയോസും അവരെക്കുറിച്ച് ചെയ്യണ്ട എന്നുള്ളത്. പക്ഷേ എങ്കിൽ കൂടിയും കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ക്യാൻസർ എന്ന് പറയുന്നത് അവർ തന്നെ കെട്ടിച്ചമച്ച ഒരു കഥയാണ്, അല്ലെങ്കിൽ അവർ തന്നെ കൊണ്ടുവന്നൊരു സംഭവമാണെന്നൊക്കെ. പക്ഷേ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചില്ല ഒരാൾ അങ്ങനെയൊക്കെ കെട്ടിച്ചമച്ച് കൊണ്ടുവരുമോ എന്നുള്ളത്. പക്ഷേ അതിപ്പോൾ ശരി വെക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ആൻഡ് ഓൾസോ ഞാനൊരു ചാനലിൽ ഇപ്പോൾ വോയിസ് കേട്ടു. അങ്ങനെ ലൈക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പാണെങ്കിലും അല്ലെങ്കിൽ ആ കണ്ട പോസ്റ്റ് ആണെങ്കിലും എല്ലാം ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. സോ ഞാൻ ആ കണ്ട സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. ദാറ്റ്സ് വൈ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ പണ്ടത്തെ പോലെ എല്ലാവരും ചെയ്യില്ല, രേണുസുതി അങ്ങോട്ട് പോയി കിച്ചുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ റിതപ്പനെ കുറിച്ച് അതൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മളൊരു മനുഷ്യത്വം എന്നൊരു രീതിയിൽ ലൈക്ക് ഇനി നമ്മൾ ഒരു അസുഖമുള്ള ഒരാളെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരാൾക്കൊരു അസുഖമുണ്ട് അല്ലെങ്കിൽ ഒരു വലിയ അസുഖമുണ്ട്, ആ ഒരു അസുഖത്തിൻ്റെ മറവിൽ അവർ പെണ്ണ് പിടിക്കാൻ പോവോ അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ഒരു കള്ളക്കടത്ത് നടത്തുമോ, അങ്ങനെ പല കാര്യങ്ങളും നടത്തുവാണെങ്കിൽ നമുക്കൊരിക്കലും അവർക്ക് ആ ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മാത്രം ഞാൻ റിയാക്ട് ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ അത് ആരാണെങ്കിൽ പോലും ഞാൻ റിയാക്ട് ചെയ്യും. സോ ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. ദാറ്റ്സ് വൈ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അപ്പം ഞാൻ ആ ഫേസ്ബുക്കിൽ കണ്ട ആ പോസ്റ്റ് ഞാൻ ആദ്യം വായിക്കാം. രേണുവിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത്, അവൾക്ക് ക്യാൻസർ ഇല്ല. ഇത് അവളുടെ ടീമിൻ്റെ അടുത്ത പരിപാടിയാണ്. ഇവൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് അവൾ പലതായി തിരിക്കുന്നു. അതിൽ ചിലര് രേണുവിനെതിരെ റിയാക്ട് ചെയ്യും. വീഡിയോസ് ഇടുന്നവരെ തേടിപ്പിടിച്ച് കമൻറ്റ്സ് ഇടാൻ ഏൽപ്പിച്ചിരിക്കുന്നു. മറ്റു ചിലരെ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് തെറി പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നു. വീഡിയോസ് ആയിട്ടും കമൻറ്റ്സ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഇവൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ വീഡിയോസ് ഇറങ്ങിയിരിക്കുന്നത് അവളുടെ കുറച്ച് യൂട്യൂബ് പാർട്ട്നേഴ്സിനെ വെച്ചിട്ടാണ്. ഓൾറെഡി അവൾ അശ്ലീല വീഡിയോസ് ചെയ്ത് അവൾക്ക് ചീത്തപ്പേര് വീണു. ഇനി അവൾക്ക് അതിൽ നിന്നും കരകയറണം. പിന്നെ ഷഫീന ബീബി ചേച്ചിക്കിട്ട് ഒരു പണി ഇനിയും പറയാനുണ്ട്. ടു ബി കണ്ടിന്യൂ. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി. ഓക്കെ, ഇതായിരുന്നു ഞാൻ കണ്ട ആദ്യത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതായത് അവർക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, രേണുവിനെ നെഗറ്റീവായിട്ട് വീഡിയോസ് ചെയ്യുന്നു. കുറച്ച് ആൾക്കാർ രേണുവിന് നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ പോയി തേടി പിടിച്ച് അവരെ പോയി തെറി വിളിക്കുന്നു. ആൻഡ് ഓൾസോ ഈ ക്യാൻസർ എന്ന് പറയുന്നത് അവർ പറഞ്ഞൊരു കാര്യം, അതായത് അവർ തന്നെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ യൂട്യൂബ് പാർട്ട്നേഴ്സിനെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കഥയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തൊരു പോസ്റ്റ് ഉണ്ട്, അതും കൂടെ ഞാൻ വായിക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. രേണുവിൻ്റെ ക്യാൻസർ സ്റ്റോറി ഒരു നാടകമോ? ഓക്കെ, ഫൈനൽ ഗോൾ ചീത്തപ്പേര് മായ്ക്കുക, പബ്ലിക് സിമ്പതി നേടുക, ഷഫീന ബീബി ചേച്ചിക്കിട്ട് പണി കൊടുക്കുക. ഗ്രൂപ്പ് പ്ലാൻ ഇങ്ങനെയാണ്. ഓക്കെ, കമൻറ്റ് ടീം, അബ്യൂസ് ടീം, യൂട്യൂബ് ടീം. കമൻറ്റ് ടീം വീഡിയോസുകൾ കണ്ടുപിടിച്ച് നെഗറ്റീവ് കമൻറ്റ് ചെയ്യുക. അബ്യൂസ് ടീം അവരവരുടെ വാക്കുകൾ ഉപയോഗിച്ച് തെറി പറയുക. യൂട്യൂബ് ടീം ക്യാൻസർ പ്ലാൻ ചെയ്ത് ഇടുക. ഓക്കെ, ഇനിയും പറയാനുണ്ട്. ഇതെല്ലാം സുധിച്ചേട്ടന് വേണ്ടി. പൂർണ്ണ വിവരങ്ങൾ ഉടൻ. ടു ബി കണ്ടിന്യൂഡ്. എല്ലാം വെളിപ്പെടുത്തുന്നു. സത്യമാണ് ആയുധം. ഇത് നാടകമാണ്. ഇനിയെല്ലാം പുറത്തു വരാൻ പോകുന്നു. സ്റ്റേ ട്യൂൺ. പ്ലാനിൻ്റെ ഘട്ടങ്ങൾ. അശ്ലീല വീഡിയോസ് ചെയ്ത ചീത്തപ്പേര് വീണു. പബ്ലിക് ഇമേജ് തകർന്ന്. സിമ്പതി നേടാൻ ക്യാൻസർ നാടകം. സോഷ്യൽ മീഡിയയിൽ കാണുന്ന തരംഗം സൃഷ്ടിക്കുക. കരുണ തരംഗം സൃഷ്ടിക്കുക. ചിലരെ ഏൽപ്പിക്കുക. ചേച്ചി ഷഫീന ബീബിക്ക് പണി. ഓക്കെ, ഇതാണ് ആക്ച്വലി ഞാനിത് വായിച്ചപ്പോൾ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതിനകത്ത് കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വായിച്ചപ്പോൾ കുറച്ച് സീൻ തോന്നിയത്. അപ്പോൾ ഇതാണ് ഇവരുടെ പ്ലാനും കാര്യങ്ങളും. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു സംഭവം. അപ്പോൾ ഞാനിതങ്ങ് വിട്ട്. അപ്പം നോർമലി നമ്മളെല്ലാവരും പറയുന്നതാണല്ലോ, അപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് കണ്ടപ്പോൾ അങ്ങ് വിട്ടു. പക്ഷേ ഇന്ന് രാവിലെ ഒരു യൂട്യൂബ് ചാനൽ, അതായത് മഞ്ജു ആൻ്റണി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കേട്ട ഒരു വീഡിയോ,
അത് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഒരു ഓഡിയോ ക്ലിപ്പാണ്, അത് ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. പിന്നെ വീണ്ടും എനിക്കൊരു വോയിസ് ഇട്ട് ആ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇടേ ഇത് രേണുസുതി അഭിനയിച്ച പുതിയ ഷോർട്ട് ഫിലിമാണ്. അതിനകത്തുനിന്ന് എടുത്ത് ക്ലിപ്സ് എല്ലാം എടുത്തിട്ടൊരു ട്രോള് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ചാനൽ നമ്മുടെയാണ്, കമോൺ മീഡിയ എന്നാണ്. ഗൈസ്, നിങ്ങൾ കേട്ടല്ലോ, ഇത് രേണുസുധിയുടെ ഉറ്റ സുഹൃത്തായ സജീന ബീബി പറഞ്ഞ ഒരു കാര്യം. സജീന ബീബി ആണെന്ന് പറയുന്നത്, സജീന പുള്ളിക്കാരി മറ്റേ മഞ്ജു ആൻ്റണി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, അവർ റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് മെസ്സേജ് അയച്ചതാണ്. അതായത് ഇവരുടെ ഒരു കമ്പോർഡ് മീഡിയ എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. അപ്പോൾ അവിടെ രേണുസുധിയുടെ പുതിയ ആൽബത്തിൻ്റെ കുറച്ച് ഷോർട്സ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ട്രോൾ വീഡിയോ ചെയ്യൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു പോസ്റ്റും ഇതും ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? കാരണം ഇവർ യൂട്യൂബ് ചാനൽസ് രേണുസുധിനെ കുറിച്ച് റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ തേടി പിടിച്ച് അവർക്ക് കണ്ടന്റ് കൊടുക്കുകയാണ് ഇവർ. ഇത് വെച്ചിട്ട് റിയാക്ട് ചെയ്യൂ. അപ്പോൾ ഇവർ എന്ത് ചെയ്യും, അവർ ആ റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രോൾ വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതെടുത്ത് ഈ സജീന പോലെയുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്, പാവമല്ലേ, അവരൊരു ക്യാൻസർ പേഷ്യൻ്റ് അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ റിയാക്ട് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ മനസ്സിലായല്ലോ. ആ ഒരു എന്താ പറയുക, ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റർ ശരി വെക്കുന്ന ഒരു രീതിയിലാണ് എനിക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. സോ ഇനി അടുത്ത വേറൊരാളുടെ ഒരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ആളുകൾ പ്രാന്താണോ? പ്രാന്ത്. ഒരാൾക്കൊരു അസുഖം ഇല്ലാത്ത ഒരാൾക്ക് അസുഖം ഉണ്ടെന്ന് കെട്ടിച്ചമച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഇടണ എന്തിനാ? അത്രമാത്രം തെറ്റാക്കോ ചെയ്തോ? എനിക്കറിയാൻ വേണ്ടിയിരിക്കുക. എന്തോരു വിവാദങ്ങളാ വേണ്ടത് ഈ സോഷ്യൽ മീഡിയയിലെ കൊച്ചു മാത്രമേ ഉള്ളൂ. എടോ ഞാൻ പറയട്ടെ, നമ്മൾ തെറി പറയും അല്ലെങ്കിൽ ട്രോൾ ഇറക്കും, പക്ഷെ ഒരാൾക്കൊരു ഇല്ലാത്തൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അത് ദൈവം നിന്നയാ. മനസ്സിലായോ? ദൈവം നിന്ന എന്താ കാണിക്കണത്? ഇല്ലാത്ത അസുഖം കെട്ടിച്ചമച്ച്. എടോ തന്റെയൊക്കെ വീട്ടിലുണ്ടാവും അങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്ന. രേണുസുധിക്ക് ഒരു അസുഖവും ഇല്ല കേട്ടോ. അതിന്റെ കൊച്ചിന് വെറുതെ അസുഖമാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. മോശമാണ്, വളരെ മോശം. ഇത് വേറൊരാൾ റിയാക്ട് ചെയ്തതാണ് കേട്ടോ. ഇതും നമ്മുടെ രേണുസുധിയുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവരുടെ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. സോ എനിക്ക് തോന്നുന്നു, ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. പക്ഷേ ഇനി രേണുസുധി പറയുന്ന ഒരു കാര്യം, ഓക്കെ, എന്റെ പൊന്നെ, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതാണ് വെറും കള്ളക്കഥയാണ്. ദുബായി പോയി സ്ഥിരീകരിച്ചെന്ന് പറയുന്നത് തന്നെ വെറും കള്ളക്കഥ. രേണുസുധി പറയുന്നത് കണ്ടോ, പറയുന്നത് വേറൊരു കാര്യം, ഇവർ പറയുന്നത് വേറൊരു കാര്യം. പിന്നെ സജീന അവിടെ കണ്ടന്റ് ഉണ്ടാക്കി വിടുന്നത്. അപ്പം ഇതൊക്കെ കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു പോസ്റ്റിൽ പറഞ്ഞ കാര്യം ഇറ്റ്സ് കറക്റ്റ് ആണെന്നാണ്. ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവർ പറഞ്ഞ ആ ഒരു ടീം ബൈ ടീമും സംഭവങ്ങളും ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ കുറേ ആൾക്കാർ ചിലപ്പം ഇപ്പോൾ ഇതിനടിയിൽ അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ കമൻസിനൊക്കെ കുറേ വീഡിയോസിനൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്, നിനക്കൊക്കെ വേറെ കണ്ടന്റ് ഇല്ലേ, അല്ലെങ്കിൽ നിനക്കൊക്കെ വേറെ ഒന്നുമില്ലേ, നീയൊക്കെ എന്തിനാ ഇങ്ങനെ റിയാക്ഷൻ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ മറ്റൊരാളുടെ കണ്ടന്റ് എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം ഓരോ ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും. സോ ഏത് വീഡിയോ കണ്ടാലും കുറേ ആൾക്കാർക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ടായിരിക്കും. സോ ഇപ്പോൾ രേണുസുധിയുടെ ഒരു വീഡിയോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേറെ ഒരാളുടെ വീഡിയോ ആണെങ്കിലും ആ വീഡിയോ കണ്ടു കഴിയുമ്പം 10% അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 90% ആൾക്കാർ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതിനകത്ത് കുറച്ച് ആൾക്കാർ ഒന്നും പറയാത്ത ആൾക്കാരുണ്ടായിരിക്കും. സോ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അതിനെ പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പോസിറ്റീവായിട്ട് തോന്നിയ ആൾക്കാർക്ക് അവരുടെ ഒരു എന്താ പറയുക, ഒരു അവർക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും നമ്മൾ പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ചെയ്യുന്നതാണ് ഏറ്റവും പാടുള്ള പണി. കാരണം നമ്മളിപ്പോൾ ഒരു സംഭവം കേട്ടു, അപ്പോൾ അതിനെ റിയാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു സംഭവം കേട്ടത് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ചികഞ്ഞ് ഇതുമായിട്ട് റിലേറ്റഡ് എന്താണെന്നൊക്കെ ചോദിച്ച് നോക്കി പെരക്കി വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പം ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരാൾ, ഞാൻ വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ ഇൻവോൾവ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള സാധനം, ഇപ്പം നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോവാം, നമ്മൾ ആ കറിയുടെ ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്ത് വെച്ചിട്ട് നമുക്കത്
ആക്സസിബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അപ്പം നമുക്ക് കടയിൽ പോയി പെട്ടെന്ന് പോയി വാങ്ങിച്ച് അതുകൊണ്ട് വെച്ച് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്ത് ചെയ്യാം. പക്ഷെ നമ്മളൊരു റിയാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പല ചാനലുകളിൽ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് അവരിട്ട വീഡിയോസ് നമ്മൾ നോക്കണം, അല്ലെങ്കിൽ പല സംഭവങ്ങൾ നോക്കണം അല്ലെ, അങ്ങനത്തെ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് മാത്രം അത്രയും കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കാരണം ഇത് ഞാൻ എൻ്റെ ചാനലിൽ വന്ന് കുറേ ആൾക്കാർ നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ല, നീ ഒന്നും പോലെ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം പറയുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രയും കഷ്ടപ്പാടുണ്ട്. ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ കഷ്ടപ്പാടുണ്ട് ഈ ഒരു റിയാക്ഷൻ ചെയ്യുന്നത്. കാരണം ഞാൻ രണ്ടും ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു കാര്യം. പിന്നൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആർക്കും എന്തും പറയാം അല്ലെങ്കിൽ ആർക്കും എന്തും ചെയ്യാം എന്നുള്ളതല്ല. അപ്പോൾ കുറച്ച് നമ്മളിപ്പം എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഒരാളെ ഒരു പേടിയുണ്ടെങ്കിൽ സോ ആ ഒരു സാധനം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ കുറേ ആൾക്കാരെടുത്തിട്ട് ട്രോളുമോ അല്ലെങ്കിൽ എന്നെ കുറേ ആൾക്കാരെടുത്തിട്ട് റിയാക്ട് ചെയ്യുമോ എന്ന് നമുക്കൊരു ചിന്ത നമ്മളെപ്പോഴും ഒരു കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തും ഇടും അല്ലേ, എന്തും നമ്മൾ ഷെയർ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ ഇപ്പോൾ പോലും നമ്മൾ തംബ്നെയിൽ ഇടുമ്പം അതിനകത്ത് നമ്മൾക്ക് അശ്ലീലമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് കോപ്പിറൈറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നു. അപ്പം യൂട്യൂബ് തന്നെ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ വെറുതെ വന്നിട്ട് ഇങ്ങനെ പറയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ അവരും പണിയെടുത്തിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ചുമ്മാ ഒരു സംഭവം കണ്ടിട്ട് വന്ന് ഇങ്ങനെ സംസാരിക്കാമല്ല. സോ ഇപ്പോൾ ഈ വീഡിയോ ആണെങ്കിലും ഞാൻ അങ്ങനെ ഒരു ഫേസ്ബുക്കിലൊരു സംഭവം കണ്ടു. ആൻഡ് ഓൾസോ ഞാൻ പല ചാനൽസ് അല്ലെങ്കിൽ ഇവരും റിയാക്ട് ചെയ്യുന്നവരൊക്കെ ഞാൻ വീഡിയോസ് കണ്ടപ്പോഴാണ് ഈ ഒരു സംഭവം എൻ്റെ കണ്ണിൽ പെട്ടതും ആൻഡ് ഇതുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയതും. ആൻഡ് ഓൾസോ കുറേ ആൾക്കാർ പറയുന്നുണ്ട് രേണു സുധീനെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് ഞാൻ ആദ്യം രേണു സുധീൻ്റെ ആ നേഴ്സായിട്ടുള്ള പെൺകുട്ടി രേണു സുധീൻ്റെ ക്യാൻസറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വോയിസ് ഇട്ടു. അപ്പോൾ ആ വോയിസ് ഇട്ടപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെക്കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല. കാരണം അവരൊരു നേഴ്സാണ്, അവരുടെ ഹോസ്പിറ്റലിൽ പല ആൾക്കാർ വരും. അപ്പോൾ അവരുടെ ആ ഒരു രോഗത്തെക്കുറിച്ച് അവർക്ക് ചിലപ്പോൾ പറയണമെന്നില്ല, വെളിയിലേക്ക് പറയാൻ താല്പര്യമില്ലായിരിക്കും. അവർക്ക് പറയണമെങ്കിൽ അവർ തന്നെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയട്ടെ, അല്ലാതെ മറ്റുള്ളവർ വന്ന് അതും ആ ഒരു നേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് വളരെ മോശമാണെന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ആ നേഴ്സ് ആരാണ് അല്ലെങ്കിൽ അവരാരാണെന്നുള്ളത് കണ്ടുപിടിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നാളെ ആ ഹോസ്പിറ്റലിൽ ആര് ചെന്നാലും അല്ലെങ്കിൽ അവർക്കൊരു പ്രൈവസി ഉണ്ടാവും? ഒരിക്കലുമില്ല. ഇനി ഇത് രേണു സുധിയുടെ ഒരു കളിയല്ല, രേണു സുധിയുടെ ഒരു കളിയല്ല ഉണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ഇനി നാളെ നമ്മളാണെങ്കിലും പോകാൻ മടിക്കും അല്ലേ. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ രോഗത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസിന് എന്ത് സേഫ്റ്റിയാണ് അവർ തരുന്നത്? അല്ലെങ്കിൽ അവരിങ്ങനെ പലരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് നടക്കും. ആൻഡ് ഓൾസോ അവർ നാളെ വേറൊരാളെക്കുറിച്ചും ഇങ്ങനെ വന്ന് പറയും. സോ ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരോട് ആരെയോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചൊരു ഫേക്ക് ആയിട്ടുള്ളൊരു ന്യൂസ് ഇങ്ങനെ അടിച്ചിറക്കാൻ പറ്റും. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ അതെടുത്ത് റിയാക്ട് ചെയ്തോളും. അങ്ങനെ അവരുടെ മാനം നമുക്ക് കെടുത്താം എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ ഇപ്പം നമ്മളെല്ലാവരും കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചാനലിലുള്ള എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് ഇനി രേണു സുധിയുടെ വലിയ ചെറിയ കാര്യങ്ങളൊന്നും ഞങ്ങളെടുത്ത് റിയാക്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. 2 ദിവസമായിട്ട് രേണു സുധിയുടെ വീഡിയോസ് വളരെ കുറവാണ്. കുറവാണ്. കാരണം അത് നമ്മളുടെ അടുത്തു നിന്നുള്ള ഒരു അല്ലെങ്കിൽ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം അവർക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കുന്നത്. സോ പക്ഷേ എങ്കിലും ഇത് ഇപ്പം അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യാതിരുന്ന അപ്പോൾ ആ വന്ന് പറഞ്ഞത് ആരാന്ന് നമ്മൾ അറിയാതിരുന്ന ലൈക്ക് രേണു സുധി അതിൻ്റെ പുറകെ പോകാം ഒന്നും അതിനകത്ത് വരുന്നില്ലെങ്കിൽ നാളെ അവർ വേറെ കണ്ടന്റും ഇങ്ങനെ കൊണ്ടുതരും. സോ നമ്മളത് റിയാക്ട് ചെയ്യുന്നവർക്കാണ് ലാസ്റ്റ് ഫുൾ പ്രശ്നം. ഈ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾക്ക് ചോരയില്ലേ, അതില്ലേ, മറ്റതില്ലേ, മറിച്ചതില്ലേ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളിങ്ങനെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കും. സോ ഇതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ വരണം തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം. പക്ഷെ അതിന് നമുക്ക് എങ്ങനെ കഴിയുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ആയാലും വെളിയിൽ വരട്ടെ എന്ന് തന്നെയാണ്. അതായത് ആ പറഞ്ഞ വ്യക്തി ആരാണ് അല്ലെങ്കിൽ അത് രേണു സുധിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ രേണു സുധി ഏർപ്പാടാക്കിയ ഒരാളാണോ അതോ ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണോ എന്നൊക്കെ നമുക്ക് അറിയില്ല.
ആക്ച്വലി ചിലപ്പം ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയുന്ന യൂട്യൂബേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ യൂട്യൂബറാണ്, അല്ലെങ്കിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ യൂട്യൂബറാണ്. നമുക്ക് കണക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഞാൻ വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ജോലിക്ക് പോയിട്ട് ഞാൻ വൈകിട്ട് വന്ന് കണ്ട് സെർച്ച് ചെയ്ത് നമ്മളിപ്പം എല്ലാവരും കാണുന്ന വീഡിയോസിലൂടെയും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഒക്കെ ഉള്ള, അല്ലാതെ എനിക്ക് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അന്വേഷിക്കാനൊക്കെ. പക്ഷേ എന്തായാലും ഇതിൻ്റെ സത്യം വെളിയിൽ വരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രേണുസുധീനെ ഇപ്പം രേണുസുധി പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ രേണുസുധി ആയിട്ട് പറഞ്ഞ ഒരാളല്ല, അല്ലെങ്കിൽ രേണുസുധി ആയിട്ട് അല്ല, വേറെ രേണുസുധിയോട് ചിലപ്പം ദേഷ്യമുള്ള ഒരാൾ ഉണ്ടാക്കിയ കഥയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നാളെ വേറൊരാളെക്കുറിച്ചും ഇങ്ങനെയുള്ള കഥകൾ വരാം അല്ലേ, ഇങ്ങനെയുള്ള കഥകൾ വരാം. അല്ലെങ്കിൽ ഇനി രേണുസുധി ആയിട്ട് ഉണ്ടാക്കിയ ഒരാളാണ്, അല്ലെങ്കിൽ രേണുസുധി ആയിട്ട് കെട്ടിച്ചമച്ച ഒരു കഥയായിരുന്നു ഇതെങ്കിൽ നാളെ ഇവർ പല കഥകളുമായി വരും അല്ലേ, ഇതുപോലെ പല കഥകളുമായിട്ട് വരും. സോ അത് നമ്മൾ കാണേണ്ടതാണ്. സോ എന്തായാലും ഇതിൻ്റെ ഒരു സത്യം വെളിയിൽ വരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, വരട്ടെ എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ എനിക്കിത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റും അല്ലെങ്കിൽ ഈ ഒരു ക്ലിപ്പും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു കോറിലേഷൻ തോന്നി. അപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക. സോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള ന്യൂസസ് വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വളരെ അധികം ആഗ്രഹിക്കുന്നു. സോ എന്തായാലും അങ്ങനെ ഒരു അസുഖം അവർക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. സോ അടുത്തൊരു കണ്ടന്റുമായിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.